ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീഡിയോകൾ തയ്യാറാക്കാൻ പറ്റുന്ന 2 നല്ല കാപ്പികളാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പം ഇന്ന് പുതുമ നിറഞ്ഞൊരു വയമ്പ് കാപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. കാപ്പികൾ എന്ന് പറഞ്ഞാൽ പോരാ, ഇത് ഔഷധ കാപ്പിയാണ്. കഫക്കെട്ട്, ചുമ, ജലദോഷം എല്ലാം മാറ്റാൻ ഒരുപാട് നമ്മളെ സഹായിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാപ്പിപ്പൊടി ഇല്ലാത്ത വീടുകൾ കാണത്തേ ഇല്ല അല്ലേ? അപ്പം കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നല്ല ഫലം കിട്ടുന്നൊരു ടിപ്പാണ്. അപ്പോൾ അത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മളുടെ നോർമൽ കാപ്പിപ്പൊടിയിലും അതുപോലെ തന്നെ ഞാനിവിടെ ഗ്രീൻ കോഫിയും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഗ്രീൻ കോഫി ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. ഓർഗാനിക് ഗ്രീൻ കോഫിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഗ്രീൻ കോഫി റെഡിയാക്കുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ ഔഷധ കാപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നും നോക്കാം. ഇതിൻ്റെ കവറിങ് ഇതുപോലെയാണ് വരുന്നത്. അതിൻ്റെ ആ ബോട്ടിലിൻ്റെ അടപ്പ് നമുക്ക് 2 രീതിയിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ നല്ല സീലിങ്ങോട് കൂടിയിട്ടുള്ള കവറാണ്. അപ്പം എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലതും. അപ്പം ഇതുപോലെ നല്ല സീൽഡായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു കോഫി പൗഡറാണ് നമ്മളുടെ ഈ ഒരു ഗ്രീൻ കോഫി പൗഡർ. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ നോക്കാം. ഇനി നമുക്ക് വേണ്ടത് വയമ്പാണ് കേട്ടോ. വയമ്പ് വളരെ നല്ലതാണ്. നമ്മളുടെ ചുമയും അതുപോലെ തന്നെ പനിയും ഒക്കെ മാറ്റാൻ നമ്മളെ വയമ്പ് സഹായിക്കും. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് ഇതുപോലെയുള്ള രീതിയിലൊന്ന് കാപ്പി ഉണ്ടാക്കി നോക്കുക. വയമ്പ് കാപ്പി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഗുണങ്ങളും വളരെ അധികമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വയമ്പ് ഇതുപോലെ നല്ല ഉണങ്ങിയ നല്ല നനവൊന്നുമില്ലാത്ത വയമ്പ് വേണം എടുക്കാനായിട്ട്. പൂപ്പലൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ചെറിയ കഷ്ണം ഈ ഒരു വലിപ്പമുള്ളൊരു ചെറിയ കഷ്ണം കേട്ടോ. അത് ഞാൻ ഒടിച്ചിരിക്കുന്ന ആ ഒരു കഷ്ണം മതി. ചെറിയൊരു കഷ്ണം മതി നമുക്ക്. ഒരു 2 ഗ്ലാസ് വെള്ളത്തിനുള്ള അളവിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ചെറിയൊരു കഷ്ണം വയമ്പ് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകമാണേ. അപ്പം ഒരു ചെറിയ കഷ്ണം വയമ്പും 1/2 ടീസ്പൂൺ ജീരകവും 2 ഗ്ലാസ് വെള്ളത്തിലൊഴിച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 പേർക്കുള്ള അളവിലാണ് കാണിക്കുന്നത് കേട്ടോ. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആ മരുന്നിൻ്റെ അളവിലും കുറച്ചൊന്ന് വ്യത്യാസം വരുത്തിയെടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി നമുക്കിത് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഗ്യാസ് ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആദ്യമേ തന്നെ നമുക്ക് നമ്മളുടെ വയമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം വയമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. പൂപ്പലൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജീരകവും പൂപ്പലൊന്നും ഇല്ലാത്ത ജീരകം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പം ഈ ഒരു ഉപ്പും കൂടി ചേർക്കുന്ന കാര്യം വിട്ടുപോകരുത്. ഒരു നുള്ളു മതി. അപ്പോൾ നമ്മളുടെ ജീരകവും അതുപോലെ തന്നെ നമ്മളുടെ വയമ്പും ഒക്കെ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഗ്രീൻ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം 1 ടീസ്പൂൺ തന്നെ നമ്മളുടെ ഗ്രീൻ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിളപ്പിക്കുക. അപ്പം ഈ ഒരു കളറിലേക്ക് വരും കേട്ടോ. ആ ഒരു വെള്ള കളറൊക്കെ മാറി നമ്മളുടെ കളറ് ആ ഒരു മരുന്നിൻ്റെ കളറൊന്ന് തെളിഞ്ഞു വരും. അതുവരെ നമുക്ക് തിളപ്പിച്ച് കൊടുക്കാം. ഇത് നമുക്ക് 1/2 ഗ്ലാസ് വീതം 2 പ്രാവശ്യമായിട്ടൊക്കെ കുടിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കോഫി പൗഡർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾക്ക് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്ത് വെക്കാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നമ്മളുടെ ഗ്രീൻ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറിലാവും കേട്ടോ നമുക്ക് റെഡിയായി കഴിയുമ്പം കിട്ടുന്നത്. അപ്പം ഇത് ചെറിയ ചൂടോട് കൂടി ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചൂട് ആറിയതിന് ശേഷവും ഉപയോഗിക്കാം. പിന്നെ നമുക്കിതിനകത്ത് മധുരത്തിന് വേണ്ടിയിട്ട് തേൻ ആറിയതിന് ശേഷമാണെങ്കിൽ തേൻ ചേർക്കാം, കൽക്കണ്ടം ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ചെറിയ ചൂടോടുകൂടി കൽക്കണ്ടമൊന്നും ചേർക്കാതെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു സാധാരണ നോർമൽ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അതും കൂടി എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാവേ. നല്ല ഫ്രഷ് ആയിട്ടുള്ള നാടൻ നമ്മളുടെ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത്, അതായത് ചുക്ക് കാപ്പിപ്പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വളരെ നല്ലതാണ് കേട്ടോ. നമ്മളുടെ അസുഖങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ടും വരാതിരിക്കാനായിട്ടും നമ്മളുടെ ഈ ഒരു കോഫി ഒരുപാട് നമ്മളെ സഹായിക്കും, നമ്മളുടെ ചുക്ക് കാപ്പി. അപ്പം നമുക്കിപ്പം ഈ ഒരു രീതിയിൽ റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ 2 ഗ്ലാസ് വെള്ളം, ചെറിയൊരു കഷ്ണം വയമ്പ്, അതിനുശേഷം ജീരകം നന്നായിട്ട് തിളപ്പിക്കുക. നമ്മളുടെ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലേ? അപ്പം ഇതിൻ്റെ ഗുണം ഒട്ടനവധി ഗുണങ്ങളുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചുമയും ജലദോഷവും കഫക്കെട്ടും ഒക്കെ വരാതെ നമ്മളെ ഒരുപാട് സഹായിക്കും. ഉത്തമമായിട്ടുള്ളൊരു ഹെൽത്ത് ഡ്രിങ്ക്സ് തന്നെയാണ് നമ്മളുടെ ഈ കാപ്പി. നമ്മളുടെ
ഔഷധ കാപ്പി എല്ലാവരും റെഡിയാക്കി നോക്കുക. പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. വയമ്പ് കാപ്പി എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അപ്പം ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ വയമ്പൊക്കെ അരച്ച് കൊടുക്കാറുണ്ടല്ലേ, അവർക്ക് വയറൊക്കെ വേദന എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ വയമ്പരച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ വയമ്പും തേനും കൂടി നമുക്ക് വെറിച്ച് കഴിക്കുവാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ ചുമയ്ക്ക്. അപ്പം അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധ കാപ്പിയാണ്. എല്ലാവരും ഈ വയമ്പ് കാപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കുകളും നിങ്ങളുടെ വിലപ്പെട്ട. ഇപ്പം നമുക്ക് എല്ലാവർക്കും ചുമയും കഫക്കെട്ടും ജലദോഷവും ഒക്കെ വരാറുണ്ടല്ലേ. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മുതിർന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. വളരെ നല്ല ഇഫക്റ്റീവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ വീടുകളിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് വേഗത്തിൽ റെഡിയാക്കി എടുക്കാം. ആദ്യമേ നമുക്ക് ആവശ്യമുള്ളത് നല്ല പച്ച ഇഞ്ചിയാണ്. നല്ല രീതിയിൽ ഇഞ്ചി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വളരെ എഫക്റ്റീവാണ് കേട്ടോ. കുറേ നാൾ ദീർഘകാലം കേടുകൂടാതിരിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്യണേ. 2 കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അത് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് വയ്ക്കുക. അതിനുശേഷം വേണ്ടതെന്ന് പറഞ്ഞാൽ പനിക്കൂർക്ക ഇലയാണ് കേട്ടോ. പനിക്കൂർക്ക ഇല അറിയാലോ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ലതാണ് കഫക്കെട്ടൊക്കെ മാറാൻ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ നമ്മളുടെ കുരുമുളകുണ്ടല്ലോ, മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി വേണം കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകും കൂടി വേണം. അപ്പോൾ പനിക്കൂർക്കയില എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമക്കൂർക്കയില അല്ല കേട്ടോ, പനിക്കൂർക്കയിലയാണ് വേണ്ടത്. അപ്പം നവരയില എന്നൊക്കെ പറയും, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പനിക്കൂർക്കയില വളരെയധികം നല്ലതാണ് നമ്മളുടെ കഫക്കെട്ടും ചുമയും ഒക്കെ മാറാനുള്ള ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്ക് വാട്ടി പിഴിഞ്ഞ് കൊടുക്കേണ്ട ഒരു രീതിയിലുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും ഒന്ന് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. നല്ല വാടാത്ത ഫ്രഷ് ആയിട്ടുള്ള ചെറുനാരങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ഡ്രിങ്കിനി വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം. ആദ്യമേ തന്നെ നമുക്ക് നമ്മളുടെ ഇഞ്ചിയും നമ്മളുടെ പനിക്കൂർക്കയിലയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ക്യൂബായിട്ട് മുറിച്ചെടുത്താൽ മതിയാകും. കുരുമുളക് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. കുരുമുളകിൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml വെള്ളമാണ്. 250 ml വെള്ളം നന്നായിട്ട് ബോയിലാവാൻ വേണ്ടിയിട്ട് നമ്മളുടെ സോസ് പാനിൽ ഒഴിച്ച് വെച്ച് കൊടുക്കുക. ഗ്യാസ് ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മളുടെ പനിക്കൂർക്കയിലയും കൂടി നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ കുരുമുളകൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഈ കുരുമുളക് ചതച്ചെടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒത്തിരി എരിവായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ചതയ്ക്കുന്ന കുരുമുളകിൻ്റെ കൂടെ ഒരു നുള്ള് നമ്മളുടെ ജീരകവും കൂടി, നല്ല ജീരകം ഉണ്ടല്ലോ, ആ ജീരകവും കൂടി ചേർത്തൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. ഇപ്പം തിളച്ച് തുടങ്ങിയിരിക്കുന്ന നമ്മുടെ വെള്ളത്തിനകത്തേക്ക് നമുക്ക് ജീരകവും കുരുമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് തുടർച്ചയായിട്ട് ഒരാഴ്ച കഴിക്കുവാണെങ്കിൽ നല്ലൊരു വ്യത്യാസം വരും. കഫമൊക്കെ ഇളകി പോകാൻ വളരെയധികം നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മളുടെ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമാക്കി വെക്കുക. നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 3-4 മിനിറ്റ് തിളച്ചതിന് ശേഷവും കുറേ അതിൻ്റെ ആ സത്തൊക്കെ ഇറങ്ങി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു കളറിലേക്ക് വരും കേട്ടോ നമ്മളുടെ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് കുടിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു 60 ml ഒക്കെ മതി കേട്ടോ ഒരു നേരം കുടിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക്, ചെറിയ ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ഡ്രിങ്കിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മളുടെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ മാത്രം മതിയാകും. കുറച്ച് അളവിൽ ചേർത്ത് കൊടുക്കുക നാരങ്ങ നീര്. അതിനുശേഷം നമുക്ക് ചെറിയ ചൂടായി ലുക്ക് വാം വാട്ടർ ആയിരിക്കുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് തേനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളപ്പം ചുമയൊക്കെ മാറാൻ വളരെയധികം നല്ലതാണ് ഈ തേനും കൂടി ചേർക്കുക എന്നുള്ളത്. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഒരു 3 നേരമൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മളുടെ ഈ നാട്ടുമരുന്ന് അല്ലെങ്കിൽ നമ്മൾ വീട്ടുവൈദ്യമൊക്കെ ചെയ്ത് നോക്കേണ്ടത് നമ്മൾ ആ അസുഖം വളരെയധികം ശക്തി ആർജിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ല കേട്ടോ. ചെറുതായിട്ട് തുടങ്ങുന്ന സമയത്തെ നമുക്കിതുപോലെയൊക്കെയുള്ള മരുന്നുകൾ തയ്യാറാക്കി നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് കൂടിയതിന് ശേഷം നിങ്ങൾക്ക് ഡോക്ടറെ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുക തന്നെ ചെയ്യുക. എല്ലാ മരുന്നുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൊടിക്കൈകളാണല്ലോ. അപ്പോൾ അതിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാൻ മടിക്കരുത്. അതും കൂടെ ഞാൻ പ്രത്യേകം പറയുകയാണ് കേട്ടോ. ഇത് നമ്മളുടെ ഒരു അറിവ് മാത്രമാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്